ഹായ് ഹലോ. നമ്മുടെ കറ്റാർ വാഴയാണ്. കറ്റാർ വാഴയെല്ലാം മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉഷാറായി വരുന്നുണ്ട്. കറ്റാർ വാഴയുടെ പൾപ്പ് അമ്മച്ചി കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം വെച്ച് ഉണ്ടാക്കി പിടിപ്പിച്ചേക്കുന്നത്. നമ്മുടെ പേരയിലെല്ലാം നിറയെ കാ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലത്തെ കായെല്ലാം കഴിഞ്ഞ് ഇനി മഴക്കാലത്തെ കായ്കളാണ് ഇപ്പം പിടിച്ചു തുടങ്ങുന്നത്. അതിനിടയ്ക്ക് തന്നെ പേരയിലൊരു അതിഥി വന്നിരിപ്പുണ്ട്. ഒരു കൊച്ചു കിളിയാണ്. അത് ഞങ്ങളെ കണ്ടിട്ടൊന്നും അത് പോകുന്നില്ല, ഒരു മൈൻഡ് ചെയ്യാതെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളതിനെ ശല്യപ്പെടുത്താനൊന്നും പോയില്ല. കുട്ടി മണ്ണ് വാരി കളിക്കുന്നു. നമ്മുടെ കോവലെല്ലാം അട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇലയെല്ലാം അളഞ്ഞു പോകും മഴയാകുമ്പോഴത്തേന്. മഴ ഈ ചെടികൾക്കൊരു നല്ലതുമാണ്, എന്നാൽ അതേപോലെ തന്നെ ചീത്തയുമാണ്. കറ്റാർ വാഴ ഉഷാറായിട്ട് നിൽക്കുന്നു. നമ്മുടെ ചെടികളെല്ലാം പോയത് വരാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ പൂക്കളൊന്നും അധികം നാൾ നിൽക്കത്തില്ല. പൂക്കൾക്ക് മഴക്കാലത്ത് ആയുസ് വളരെ കുറവാണ്. ഇത് കുമിളി പൂ ഉണ്ടായി വരുന്നുണ്ട്. തെറ്റിയില പൂവെല്ലാം പോയി. മഴയത്ത് നിന്ന് തെറ്റിയില പൂക്കളെല്ലാം പോയി. കുറേ ചെടികളിലെ പൂക്കളെല്ലാം പോയി. മഴയായതോടെ എല്ലാം അഴുകിപ്പോയി. ഈ റോസ നിറയെ പൂത്തിരുന്ന് വേനൽക്കാലത്ത്. ഇപ്പം മഴയായപ്പോഴത്തേന് ഒന്ന് ഉഷാറായി വന്നു, എന്നാലും അതിലെ പൂക്കളധികം നാൾ നിൽക്കുന്നില്ല. മഴയായപ്പോഴത്തേനെല്ലാം അളകി പൊഴിഞ്ഞെല്ലാം പോകുന്നു. ഇതിനകത്ത് ഒത്തിരി പൂക്കളുണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞു പോയി. കുട്ടിയുടെ മഴയത്ത് കളിക്കുന്നു ബോളും കൊണ്ട്. ചെടി ഇന്നൊരാൾ വന്ന് ചെടി വാങ്ങിച്ചുകൊണ്ട് പോയത്. അക്കൂട്ടത്തിൽ ആ ചെടി ഫുള്ളേ അങ്ങ് പോയി. അതിനിടയ്ക്ക് നിന്നെല്ലാം വലിച്ചു പറിച്ച് വെട്ടിയെടുത്തതാണ്. കണ്ടോ, റോസയെല്ലാം പോവുക. വെള്ളം കയറിയോടെ ഇങ്ങനെ തൂങ്ങി നിൽക്കും കുറേ നാൾ, പിന്നെ അതങ്ങ് അളിഞ്ഞു പോകും. അടുത്ത ബന്ധിപ്പൂ. ഇതൊക്കെ നമ്മുടെ നാടൻ ചെടികളാണ്. ഇത് നമ്മുടെ കുടങ്ങിലാണ്. കുടങ്ങിൽ ഞങ്ങൾ മുറ്റത്ത് കുറച്ച് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. കുടങ്ങിൽ എന്തിനോ വയറ്റിൽ അസുഖത്തിന് നല്ലതാണെന്ന് ഇങ്ങനെ ആരോ പറയുന്ന കേട്ട് വെച്ച് പിടിപ്പിച്ചതാണ്. അങ്ങനെ അതിങ്ങനെ 3-4 ഇല വീതം രാവിലെ അമ്മച്ചനും കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ പൂവെന്ന് പറയാൻ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ. ഇതും ഷേഡി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത്രയും പൂക്കളിങ്ങനെ നിൽക്കുന്നത്. എല്ലാവരും ഇതിനകത്ത് വെള്ളം കയറി ആ മഞ്ഞയായിട്ടിരിക്കുന്നിടമെല്ലാം അങ്ങ് കറുത്ത് അളിയാൻ തുടങ്ങും. പൂവെല്ലാം അങ്ങ് കറുത്ത കളറായിട്ടങ്ങ് പോകും. ഇന്നിവിടെ ഞങ്ങൾക്കൊരു അതിഥിയുണ്ട്. പിന്നെ കിളി വന്നില്ല. ആൾക്കാർ പിന്നെ വന്നില്ല കേട്ടോ, താമസമാക്കിയില്ല. പകുതി വീടൊരുക്കിയിട്ട് അവരങ്ങ് പോയി. നല്ല കട്ട